ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ഏറെ വിവാദമായ കേസിൽ കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലെ പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാ രാജിൽ പത്മകുമാർ, ഭാര്യ അനിത കുമാരി, മകൾ അനുപമ എന്നിങ്ങനെ ആരും ഇതുവരെ ജാമ്യം നേടാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. നിലവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാർ ഉള്ളത്. അനിതയും അനുപമയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലും. ഇതുവരെ ഇവർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല, അതിനുള്ള ശ്രമവും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വിചാരണയ്ക്ക് ശേഷം കുറ്റവാളികളല്ല എന്ന് കോടതി വിധിച്ചാലാകും ഇനി മൂവരും ജയിലിൽ നിന്നിറങ്ങാൻ സാധ്യതയുള്ളത്. ഏറെ വിവാദമായ കേസിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകളും ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 72ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പത്മകുമാർ 1ാം പ്രതിയും അനിതയും അനുപമയും 2ഉം 3ഉം പ്രതികളുമാണ്. 5 കോടിയുടെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് 2021 മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നും ഇതിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകലെന്നുമാണ് കുറ്റപത്രത്തിലുള്ളത്. മരണഭയം ഉണ്ടാക്കും വിധം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. പ്രതികൾ പണത്തിനു വേണ്ടി മറ്റു കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. 2023 നവംബർ 27-നാണ് കാറിലെത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. കേസ് വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. CCTV ദൃശ്യങ്ങളും ഫോൺ റെക്കോർഡിങ്ങുകളും കേന്ദ്രീകരിച്ച് പോലീസ് പഴുതുകൾ അടച്ച് നടത്തിയ അന്വേഷണത്തിൽ അധികം വൈകാതെ തന്നെ പ്രതികൾ 3 പേരും വലയിലായി. കേസിന്റെ ആദ്യ ദിവസം തന്നെ ലഭിച്ച ഒരു സുപ്രധാന തെളിവിൽ നിന്നാണ് പ്രതി ചാത്തന്നൂരിൽ നിന്നുള്ള ആളാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ആ സൂചനയിൽ നിന്നായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം. പത്മകുമാർ കമ്പ്യൂട്ടർ ബിരുദധാരിയാണ്. കോവിഡിനെ തുടർന്ന് ഇയാൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിനെ മറികടക്കാനാണ് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തുന്നത്. ഇതിനായി 1 വർഷം മുൻപ് തന്നെ ഇയാൾ ആസൂത്രണം തുടങ്ങിയിരുന്നു. കാറിന് വ്യാജ നമ്പർ നിർമ്മിക്കുകയായിരുന്നു ആദ്യ പടി. കിഡ്നാപ്പിംഗ് നടത്താൻ സൗകര്യമുള്ള സ്ഥലവും കുട്ടികളെയും തിരഞ്ഞ് കുടുംബം കാറിൽ പരിസരത്ത് കറങ്ങാറുണ്ടായിരുന്നു എന്നാണ് വിവരം. അധികം ശ്രദ്ധയിൽപ്പെടാത്തതും കൈകാര്യം ചെയ്യാൻ എളുപ്പവുമായ കുട്ടികളെയായിരുന്നു പ്രതികൾക്ക് ആവശ്യം. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുന്നെയാണ് ഓയൂരിലെ കുട്ടിയും സഹോദരനും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെയും 2-3 തവണ ഇവർ പരിസരത്ത് തമ്പടിക്കുകയും കുട്ടിയെ കാണുകയും ചെയ്തു. കുട്ടിയെ തട്ടിയെടുക്കാൻ 2 തവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സംഭവ ദിവസം 4 മണിയോടെ കുട്ടികൾക്കടുത്തെത്തിയ ഇവർ ആദ്യം മൂത്ത കുട്ടിയെയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ അത് നടക്കാതെ വന്നതോടെ 6 വയസ്സുകാരിയിലേക്കായി ലക്ഷ്യം. കുട്ടി ബഹളം വെച്ചെങ്കിലും അച്ഛനെ കാണിക്കാമെന്ന് പറഞ്ഞതിനാലോ മറ്റോ കുറച്ചു സമയത്തിനു ശേഷം ബഹളം ഒതുങ്ങി. ഇതിനിടെ കാറിൽ വെച്ച് കുട്ടിക്ക് പ്രതികൾ ഗുളിക നൽകിയതായും പറയുന്നു. ഇടയ്ക്ക് കുട്ടിയിൽ നിന്ന് മാതാവിന്റെ ഫോൺ നമ്പർ വാങ്ങി കുട്ടിയുടെ അമ്മയെ വിളിച്ച് പണം ആവശ്യപ്പെട്ടു. ഇതിനിടെ സംഭവം വലിയ വാർത്തയായതും ഇവർ അറിഞ്ഞിരുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ ഫോൺ പോലും ഉപയോഗിക്കാതെയായിരുന്നു പ്രതികളുടെ നീക്കം. തങ്ങൾക്കായി പോലീസ് വല വിരിച്ചിട്ടുണ്ടെന്നറിഞ്ഞതോടെ പിറ്റേ ദിവസം 11 മണിക്ക് കുട്ടിയെ പ്രതികൾ ആശ്രാമ മൈതാനത്ത് ഉപേക്ഷിച്ചു. അനിതകുമാരിയാണ് ഓട്ടോയിലെത്തി കുട്ടിയെ മൈതാനത്തിന്റെ പരിസരത്ത് ഇരുത്തിയത്. പിന്നീട് തിരിച്ച് വാഹനത്തിൽ കാത്തിരുന്ന മകളുമായി വീട്ടിലേക്ക് തിരിച്ചു. ശേഷമാണ് തെങ്കാശിയിലേക്ക് പോകാനുള്ള തീരുമാനം. തെങ്കാശിയിൽ പത്മകുമാറിന് കൃഷിയുണ്ട്. ഇവിടെ മുറിയെടുത്ത ശേഷം ഹോട്ടലിലിരിക്കവെയാണ് പ്രതികൾ പിടിയിലാവുന്നത്. അനിതകുമാരിയുടെ ശബ്ദം തന്നെയാണ് കേസിലെ സുപ്രധാന തെളിവ്. മൊബൈൽ വീട്ടിൽ വെച്ചിട്ടാണ് പ്രതികൾ കൃത്യം നടത്തിയത്. പാരിപ്പള്ളിയിലെത്തി വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒറിജിനലാക്കി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് ആണ് പ്രതികൾ ഉപയോഗിക്കുക. പിന്നീട് പാരിപ്പള്ളി ഹൈവേയിൽ വെച്ച് ഇത് മാറ്റും. യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്പർ വീണ്ടും ഒറിജിനലാക്കും. ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഫോണിന്റെ ലൊക്കേഷൻ ലഭിച്ചത്. ആശ്രാമ മൈതാനത്തിന്റെ പരിസരം തന്നെയായിരുന്നു ലൊക്കേഷൻ. അന്ന് തന്നെ കൊല്ലം ഡാൻസ് ഓഫ് ടീം വീട് ലൊക്കേറ്റ് ചെയ്തു. ഇതിനിടെ കുട്ടിയിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങൾ കൂടി വെച്ചാണ് പോലീസ് പ്രതികളെ കുടുക്കിയത്. കഷണ്ടിയുള്ള ആളാണ് വണ്ടി ഓടിച്ചതെന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയത്. ചാത്തന്നൂരും പാരിപ്പള്ളിയും അടക്കം പ്രദേശത്തെക്കുറിച്ച് നല്ല വിവരമുള്ള ആളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഓടിട്ട വലിയ വീട്ടിൽ വെച്ച് തനിക്ക് ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാട്ടിത്തന്നുവെന്ന് കുട്ടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഈ കാർട്ടൂൺ കണ്ടെത്തിയ പോലീസ് ഇത് പ്ലേ ചെയ്ത IP അഡ്രസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഗാഡ്ജറ്റ് പത്മകുമാറിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ IP അഡ്രസ്സിനുള്ള അന്വേഷണം നടക്കുമ്പോൾ തന്നെ പത്മകുമാർ സംശയത്തിന്റെ നിഴലിലായിരുന്നു. കൂടുതൽ പരിശോധനയിൽ ഗാഡ്ജറ്റ് പ്രതിയുടേത് തന്നെയെന്ന് പോലീസ് കണ്ടെത്തി. ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് പോലീസിന് പിന്നീട് വേണ്ടിയിരുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയം വീട്ടിലേൽപ്പിക്കാൻ കുട്ടിയുടെ സഹോദരന് പ്രതികൾ കൊടുത്ത കത്ത് തിരിച്ച് കാറിൽ തന്നെ വീണിരുന്നു. കുട്ടിയെ വിട്ടുകിട്ടാൻ പണം ആവശ്യപ്പെടുന്ന കത്തായിരുന്നു ഇത്. കത്ത് കാറിൽ വീണതുകൊണ്ട് മാത്രമാണ് പ്രതികൾക്ക് കുട്ടിയുടെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടേണ്ടി വന്നതും ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങിയതും. പ്രതിയായ അനിതകുമാരിയാണ് ഫോൺ ചെയ്തതെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുമുണ്ട്.
കുട്ടിയുടെ അച്ഛനോടുള്ള വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും കുടുംബത്തെ ഭയപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നുമായിരുന്നു പത്മകുമാറിന്റെ ആദ്യത്തെ മൊഴി. എന്നാൽ ഇത് അന്വേഷണം വഴിതിരിക്കാൻ ഇയാൾ നടത്തിയ നീക്കമാണെന്ന് കണ്ടെത്താൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നില്ല. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് 1000 പേജുള്ള കുറ്റപത്രം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് സമർപ്പിച്ചത്. 160 സാക്ഷികളുള്ള കേസിൽ 6 വയസ്സുകാരിയുടെ സഹോദരനാണ് ഏക ദൃക്സാക്ഷി. പുളിയറയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാൾ, പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ, ചായക്കട ഉടമയായ സ്ത്രീ, ഫാം ഹൗസ് ജീവനക്കാരി എന്നിവരും സാക്ഷിപ്പട്ടികയിലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 364A, 361, 363, 374, 323, 34, 201 എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 180 തൊണ്ടിമുതലുകൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ചതായും കുറ്റപത്രത്തിലുണ്ട്. ജയിലിൽ അധികം ആരോടും സംസാരിക്കാതെ വായനയും മറ്റ് ജോലികളുമായി കഴിയുകയാണ് മൂവരുമെന്നാണ് വിവരം. വന്ദന കൊലക്കേസ് പ്രതി സന്ദീപാണ് പൂജപ്പുരയിൽ പത്മകുമാറിന്റെ സഹതടവുകാരൻ. പ്രത്യേക നിരീക്ഷണം ആവശ്യമുള്ള പ്രതികളാണ് എന്നതിനാൽ പ്രത്യേക സെല്ലിലാണ് ഇരുവരെയും പാർപ്പിച്ചിരിക്കുന്നത്.